എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഗോക്കു ആണെങ്കിൽ ഒരിക്കലും അവന്റെ ലക്ഷ്യം എന്താണെന്ന് മറന്നിരുന്നില്ല. നെക്സ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് ഫസ്റ്റ് അടിക്കുക, അതാണ് ഇപ്പോഴത്തെ ഗോകുവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മാസ്റ്റർ പറഞ്ഞ കാര്യം അതൊരല്പം പോലും മറന്നു പോവാതെ ഗോകു ആണെങ്കിൽ അവന്റെ യാത്ര അത് വളരെ ഹാർഡ് വർക്കോടുകൂടെ മുൻപോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ശക്തിയായിട്ടുള്ള മഴയിലും രാത്രിയിലും രാവിലെയും അവൻ മുൻപോട്ടേക്ക് നീങ്ങി. അവന്റെ പുറത്ത് വലിയൊരു കല്ല് അത് കെട്ടിവെച്ച് കുത്തനെയുള്ള പാറയിലേക്ക് വലിഞ്ഞു കയറുകയാണ്. അതിനുശേഷം അവൻ കൈകുത്തി കൈകൾ മുകളിലേക്ക് ഉയർത്തി അതുപയോഗിച്ച് നടക്കാനായിട്ട് തുടങ്ങും. അവൻ പതിയെ പതിയെ അതിന്റെ സ്പീഡ് കൂട്ടും. എനിക്കെന്റെ പവർ അത് കൂട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് പിന്നീട് രണ്ടു വിരൽ ഉപയോഗിച്ച് നാരോ ആയിട്ടുള്ള റൂട്ടിലൂടെ വളരെ സ്പീഡിൽ ഓടുകയാണ്. അങ്ങനെ അവൻ ഓടി ഓടി അടുത്തുണ്ടായിരുന്ന കല്ലൊക്കെ തട്ടി താഴെയിട്ട് അവസാനം ചെരുവിലൂടെ താഴേക്ക് പോവാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് അവൻ അവന്റെ വാല് തിരികെ ലഭിക്കും. ആ വാലാണെങ്കിൽ ഒരു മരത്തിൽ ഉടക്കി നിൽക്കും. അവന്റെ വാല് കാണേണ്ട താമസം. വാവ്, എനിക്ക് വീണ്ടും എന്റെ ടെയിൽ തിരികെ കിട്ടി. ഇത്തവണത്തെ ടെയില് അത് വളരെ സ്ട്രോങ് ആണെന്ന് പറയും. പക്ഷെ അപ്പോഴേക്കും ആ മരക്കം പൊടിഞ്ഞ് ആണെങ്കിൽ താഴേക്ക് പോകും. പക്ഷെ നമ്മുടെ ചെക്കൻ പവർഫുൾ ആണ്. അവനാണെങ്കിൽ ഹായ് ആയിട്ട് ലാൻഡ് ചെയ്യാണ്. അപ്പോഴായിരിക്കും ദൂരത്തായിട്ടൊരു ഗ്രാൻഡ്മ ഇതിലൂടെ ഒഴുകി വരുന്ന ചില സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഗോകു ആണെങ്കിൽ അവിടേക്ക് ഓടിപ്പോയി ഒരു ക്ലോത്ത് അത് അവർക്ക് കൊടുക്കും. ഉടനെ ആ ഗ്രാൻഡ്മയാണെങ്കിൽ താങ്ക്സ് പറയും. ഗോകു ആണെങ്കിൽ അവരെ നോക്കി ചിരിച്ചൊക്കെ കാണിച്ച് ഇപ്പൊ അവരോട് ചോദിക്കും, നിങ്ങൾക്കറിയാവുന്ന പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? എനിക്ക് ഫൈറ്റ് ചെയ്യാൻ കൊതിയാവുന്നു. എന്റെ പവറും എബിലിറ്റിയും ഒക്കെ എനിക്കൊന്ന് ഇൻക്രീസ് ചെയ്യണം. അതിന് ആ ഗ്രാൻഡ്മ പറയും, ടൗണിൽ ഇത്തരത്തിലുള്ള ഫൈറ്റ് മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. അവിടെ പവർഫുൾ ആയ ഒരാളുണ്ട്. എനിക്ക് പോയാൽ തീർച്ചയായിട്ടും നിന്റെ ആഗ്രഹം നടക്കും. ഈ ഒരു നദിയിലൂടെ ഈ സ്ട്രെയിറ്റ് മുൻപോട്ടേക്ക് പോയ ആ ഒരു സിറ്റിയിലെത്തും. അത് കേട്ട് ഗോകുവും താങ്ക്സ് പറഞ്ഞ് നദിയിലൂടെ മുൻപോട്ടേക്ക് ഓടും. 40 ദൂരം മുൻപോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഗ്രാൻഡ്മ പറഞ്ഞ ആ ഒരു വലിയ സിറ്റി അവൻ കാണുകയാണ്. അവിടെ രണ്ട് ടീം ചേർന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു പപ്പയും അദ്ദേഹത്തിന്റെ മകനും, ഓപ്പോസിറ്റ് ഒരു ജയന്റും അവന്റെ ടീമും. പപ്പയാണെങ്കിൽ ആ ജയന്റിന്റെ ടീമിലുള്ളവരെ ഈസി ആയിട്ട് അടിച്ച് തോൽപ്പിക്കും. അത് കണ്ട് ഗോകു ആണെങ്കിൽ താഴെ ഉണ്ടായിരുന്ന ഒരു വാലറ്റ് എടുത്ത് അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അതിൽ നിന്ന് ഒരുപാട് കാശ് താഴേക്ക് വീഴും. ജയന്റിനാണെങ്കിൽ കൺട്രോൾ പോവും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ വാലറ്റ് എടുക്കും, നീ അത് മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗോകുവെ തല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ഗോകു ആണെങ്കിൽ അവനോട് പറയും, അയ്യോ അല്ല, എനിക്കത് താഴെ നിന്ന് കിട്ടിയതാണ്, ഇത് മോഷ്ടിച്ചിട്ടില്ല. അടുത്ത നിമിഷം ആ ജയന്റ് മാന്റെ ലീഡർ അവൻ അവിടേക്ക് കടന്നു വന്ന് അവനെ പിടിച്ചു മാറ്റി അവന്റെ മുഖത്ത് ആഞ്ഞടിക്കും. അതിനുശേഷം ഗോകുവിനോടും ആ പപ്പയോടും രണ്ടുപേരോടും മാപ്പ് പറഞ്ഞ് ആ ഒരു ഫൈറ്റ് അത് അവിടെ അവസാനിപ്പിച്ച് ആ ജയന്റും ടീമുമായിട്ട് അവിടുന്ന് കടന്നു പോകും. ഗോകുവിനാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ഉണ്ടപ്പന്റെ ലീഡർ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് പറയും, നാളെ നടക്കാൻ പോകുന്ന കിങ്ങിന്റെ മുൻപിൽ വെച്ചുള്ള മാച്ച് അതിൽ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. അതിനു മുൻപ് ഇത്തരത്തിലുള്ള തെറ്റുകളൊന്നും സംഭവിക്കാൻ പാടില്ല. അത് നമുക്കാണ് ഏറ്റവും ദോഷമായിട്ട് വരാൻ പോകുന്നത്. അതിനാ ഉണ്ടപ്പനാണെങ്കിൽ സോറി പറയും. കട്ട് ചെയ്ത ഇവിടെ ഗോകു അവനാണെങ്കിൽ ആ പപ്പയോട് പറയും, നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ടായിരുന്ന ഓൾഡ് ലേഡിയാണ് നദിക്കരയിൽ വെച്ച് എന്നോട് പറഞ്ഞത്. ഈ ഒരു ഗ്രാമത്തിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ ആള് അത് നിങ്ങളാണെന്ന്. സോ എനിക്ക് നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് വിരോധമില്ലെങ്കിൽ ഒരു മാച്ച് എന്നോടൊപ്പം ആയിക്കൂടെ? പപ്പയുടെ മകനാണെങ്കിൽ തീർത്തു പറയും, ഒരിക്കലുമില്ല, നിന്നെ പോലെ ഒരു നുണുങ്കു പയ്യനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എന്റെ പപ്പ തയ്യാറല്ല. അദ്ദേഹം ലെജൻഡറി പേഴ്സൺ ആണ്, അദ്ദേഹത്തിന് നല്ല പവറുണ്ട്. ഉടനെ പപ്പയാണെങ്കിൽ ഗോകുവിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. ഓക്കെ, ഒരു മാച്ച് നീ ചെയ്ത സഹായത്തിന് വേണ്ടി ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാം. അങ്ങനെ ഗോകു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുകയാണ്. പപ്പയാണെങ്കിൽ ഇപ്പൊ ഗോകുയെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കും. അവന്റെ ആക്ഷനും പോസും ഒക്കെ കാണുമ്പോൾ തന്നെ ഗോകു നിസ്സാരക്കാരനല്ല, അവന് നല്ല സ്കില്ലുണ്ടെന്ന് മനസ്സിലാക്കും. അടുത്ത നിമിഷം അവർ രണ്ടുപേരും ഒരുപോലെ ഫ്ലൈ ചെയ്തു വന്ന് പരസ്പരം ആഞ്ഞെട്ടിക്കും. അവർക്ക് രണ്ടുപേർക്കും വലിയ ഇമ്പാക്റ്റ് ഒന്നും ആ ഒരു പഞ്ചിൽ ഏൽക്കില്ല. പക്ഷെ എന്താ, ആ പപ്പ ആളുടെ ബോഡി വളരെ വീക്കാണ്. ആൾ ഒരുപാട് സ്ട്രോങ് ആയിട്ട് ചുമച്ച് ഭാഗത്തിരിക്കും. ഉടനെ ആ പയ്യനാണെങ്കിൽ ഓടി വന്ന് അവന്റെ പപ്പയെ താങ്ങിയെടുക്കുകയാണ്. പപ്പ, നിങ്ങൾ ഓക്കെ അല്ലേ? അതിനാളാണെങ്കിൽ പതിയെ റെസ്റ്റ് ചെയ്ത് ഇപ്പൊ ഗോകുവിനോട് പറയും, നിനക്കൊരു നല്ല മാച്ച് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ ഫസ്റ്റ് പഞ്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായി നീ വളരെ പവർഫുൾ ആണെന്ന്. ഇപ്പോഴത്തെ എന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഒരവസ്ഥയിൽ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. നാളെ കിങ്ങിന്റെ മുൻപിൽ വെച്ച് ഒരു മെയിൻ മാച്ച് നടക്കാനിരിക്കുകയാണ്. അത് എൻ്റെ ഡ്രീമാണ്. ആ ഒരു മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ മാസ്റ്റർ മാർഷൽ ആർട്സ് എന്ന വലിയൊരു വിജയ കിരീടം എനിക്ക് ലഭിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇന്ന് കണ്ട ആ ജയന്റിന്റെ ലീഡറും അവന്റെ ടീമുമായിട്ടാണ് നാളെ ഞാൻ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അവര് ആ ഒരു സമയം ഫൈറ്റ് അതെ അവിടുന്ന് കടന്നു പോയതിന് കാരണം അത് മറ്റൊന്നുമല്ല. കാരണം ഈ മാച്ച് നടക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്യുന്നത് കിങ്ങിന് ഒട്ടും ഇഷ്ടമല്ല. സോ ഒരു ബ്ലാക്ക് മാർക്ക് വീഴാതിരിക്കാനാണ് അവർ കടന്നുപോയത്. കട്ട് ചെയ്ത ആ ജയന്റിനെ കാണിക്കും. അവൻ ദേഷ്യത്തിൽ ഒരുപാട് ബോട്ടിൽസ് ഒക്കെ തല്ലി പൊട്ടിക്കുകയാണ്. ആ ജയന്റ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് ആ ചിമുട്ട് ചെക്കനെ അവനെ കണ്ടെത്തണം. അവൻ എന്നെ വെല്ലുവിളിച്ചു, എനിക്ക് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ജയന്റും അവന്റെ ലീഡറും അവർ രണ്ടുപേരും ഗോകുവിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ നേർക്കൊരു ബോട്ടിൽ വലിച്ചെറിയും. അതിനുശേഷം വീണ്ടും ഗോകുവിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് വെല്ലുവിളിക്കും.
ഗോക്കു ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, എനിക്കിപ്പോൾ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ ഒട്ടും സമയമില്ല, എനിക്ക് ഈ മെഡിസിൻസ് എത്രയും വേഗം അദ്ദേഹത്തിന് കൊടുക്കണം, അദ്ദേഹത്തിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. പക്ഷെ ആ ജയന്റ് ആണെങ്കിൽ അതിന് സമ്മതിക്കില്ല, നീ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗോകുവിന്റെ പിന്നാലെ വന്ന് പൊരിഞ്ഞ ഫൈറ്റ്. ഗോകു ആണെങ്കിൽ അവനെ തിരികെ അറ്റാക്ക് ചെയ്യാതെ അവന്റെ പഞ്ചുകളിൽ നിന്നെല്ലാം തന്നെ രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനമായിട്ട് അവനെ നദിക്കരയിൽ വെച്ച് ഗോകുവെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. ഗോകു ജസ്റ്റ് മിസ്സിന് അങ്ങനെ തെന്നി മാറും. അവനാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് അടിച്ചു വീഴുകയാണ്. ഹാപ്പിയായ ഗോകു തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവന്റെ തൊട്ട് മുൻപിൽ ആ ലീഡർ. അവനാണെങ്കിൽ ഇപ്പോൾ ഗോകുവിനെ വെല്ലുവിളിക്കുകയാണ്. നീ എൻ്റെ ബ്രദറിനെ തോൽപ്പിച്ചു, ഇനി ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ പറയും. അടുത്ത നിമിഷം ഗോകുവിനെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൻ നല്ല സ്പീഡിൽ ഓറഞ്ചും പുറഞ്ചും ഗോകുവിനെ ആഞ്ഞെട്ടിക്കുകയാണ്. ഗോകു ആണെങ്കിൽ അവൻ്റെ പവർ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാതെ തോൽവി സമ്മതിക്കും. അതുകൊണ്ട് അവൻ ഹാപ്പി ആയിട്ട് അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ആ ലീഡറിന്റെ വീട് കാണിക്കും. അവിടെയാണെങ്കിൽ അവൻ അവൻ്റെ അസിസ്റ്റൻസിനെ എല്ലാവരെയും തല്ലി നാനാഭാഗത്തേക്ക് തെറിപ്പിക്കുകയാണ്. അവരെയൊക്കെ അറ്റാക്ക് ചെയ്ത് അവൻ ട്രെയിനിങ് എടുക്കും. അവൻ്റെ അസിസ്റ്റൻസിന് നന്നായിട്ട് അറിയാം അവന് ഭയങ്കര സ്പീഡാണെന്ന്. സോ അവനാണെങ്കിൽ അവൻ്റെ അടുത്ത അസിസ്റ്റന്റിനെ വിളിക്കും. അവനാണെങ്കിൽ പേടിയോടുകൂടെ അവൻ്റെ അടുത്തേക്ക് വരും. ആ ലീഡർ അവൻ നല്ല സ്പീഡിൽ കറങ്ങി വന്ന് അവൻ്റെ തല ഉപയോഗിച്ച് ഓപ്പോസിറ്റ് ഉള്ളവൻ്റെ തലയ്ക്കൊരു ഒറ്റ കുത്ത്. അവൻ അവിടെ വെച്ച് തന്നെ ഫ്ലാറ്റ് ആവുകയാണ്. അതിനുശേഷം കാഷ്വലായിട്ട് പറയും, എൻ്റെ സ്പീഡ് തന്നെ പോലും വല്ലാതെ ഇംപ്രസ് ചെയ്യുന്നു, സോ തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ വിജയം അതെനിക്ക് തന്നെയായിരിക്കും എന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഗോകു അവനാണെങ്കിൽ അദ്ദേഹത്തിനുള്ള മെഡിസിനുമായിട്ട് തിരികെ എത്തിക്കഴിഞ്ഞു. ഗോകു ആണെങ്കിൽ ആ മെഡിസിനൊക്കെ കൊടുത്ത് ഇപ്പം എല്ലാവരും കിടന്നുറങ്ങാനായിട്ട് തുടങ്ങും. സോ നൈറ്റ് ഒരാൾ മാത്രം ഉറങ്ങാതെ പുറത്തേക്ക് വന്ന ട്രെയിനിങ് എടുക്കുകയാണ്. അത് മറ്റാരുമല്ല, ആ പപ്പയുടെ സണ്ണ്. അവനാണെങ്കിൽ ആ ലീഡറിനെ ആ മരക്കുറ്റിയിൽ ഇമാജിൻ ചെയ്തു വെച്ച് അറഞ്ചം പുറഞ്ച് ആഞ്ഞെട്ടിക്കുകയാണ്. നെക്സ്റ്റ് ഡേ അവൻ്റെ പപ്പയാണെങ്കിൽ ഇപ്പോൾ അവനോട് പറയും, നമ്മളെ കൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, നീ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കണ്ടില്ലേ, അത് വളരെ വീക്കാണ്. അതിന് ആ പയ്യനാണെങ്കിൽ പപ്പയുടെ കൈ പിടിച്ച് പറയും, അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യാം, ഞാൻ ട്രെയിനിങ് ഒക്കെ എടുത്ത് ഇപ്പം നല്ല പവർഫുൾ ആണ്. അപ്പോഴാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ടെൻഷനാവും. ഓ നോ, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും അതിനെ അനുവദിക്കില്ല, നിന്നെ കൊണ്ട് അവനെ തോൽപ്പിക്കാനാവില്ല. അത് കേട്ട് ഗോകു അവിടേക്ക് ഹായ് ആയിട്ട് കടന്നു വന്ന് ഇപ്പൊ അദ്ദേഹത്തോട് പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും വിരോധമില്ലെങ്കിൽ ഞാൻ മത്സരിക്കാം, എനിക്ക് എൻ്റെ സ്ട്രെങ്ത് കൊണ്ട് അവനെ തോൽപ്പിക്കാൻ പറ്റും. ഉടനെ ആ പയ്യനാണെങ്കിൽ ടെൻഷനാവും, നിന്നെ കൊണ്ട് അവനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല, നിന്നെ കഴിഞ്ഞും പവർ എനിക്കുണ്ട്, ഒരിക്കലും നീ അതിന് മത്സരിക്കില്ല. അതിന് ആ പപ്പ പറയും, നീ കരുതും പോലെയല്ല, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരമാണ്. നിന്റെ ഓപ്പണന്റ് ലീഡർ ആള് വളരെ സ്ട്രോങ്ങും വളരെയധികം പവറുള്ള ആളാണ്, നിന്നെക്കൊണ്ട് അവൻ്റെ മുമ്പിൽ പിടിച്ചെടുക്കാൻ കഴിയുമോ? ഗോകു ആണെങ്കിൽ അതിന് ഉറപ്പ് കൊടുക്കും, എനിക്ക് തീർച്ചയായിട്ടും തോൽപ്പിക്കാൻ കഴിയും, കാരണം ഇതുപോലുള്ള ഫൈറ്റിംഗ് കോമ്പറ്റീഷനിൽ മുൻപ് പങ്കെടുത്തിട്ടുണ്ട്, ആ എക്സ്പീരിയൻസ് അതെനിക്കുണ്ട്. അത് കേട്ട് ഇപ്പോൾ ആ പപ്പ ഓക്കെ പറയാണ്. ആ പയ്യനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടാവില്ല. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് എഗനസ്റ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഉടനെ പപ്പ അവനെ ദേഷ്യപ്പെട്ട് അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അവൻ വിഷമത്തിൽ കിച്ചണിലേക്ക് വന്ന് ഫുഡ് പാകം ചെയ്യും. അവനാണെങ്കിൽ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഗോകു കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രം എന്തോ ഒന്ന് കലർത്തും. ഗോകു ആണെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി അവിടേക്ക് വരും. അവനാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ആ മരുന്ന് കലക്കിയ ഭക്ഷണം അത് ഗോകുവിന് കൊടുക്കും. ഗോകു ആണെങ്കിൽ ആർത്തിയോട് കൂടെ അതങ്ങനെ വലിച്ചു വാരി തിന്നാണ്. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ അവരിപ്പോൾ ഫൈറ്റിന് വേണ്ടി ആ ഒരു മാൻഷനിലേക്ക് കടന്നു വരും. ഗോകുവിന് ആ മാൻഷനും അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടമാവും. ആ പയ്യനാണെങ്കിൽ ഗോകുവിന് എന്തെങ്കിലും സംഭവിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവരാണെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള സീറ്റിലേക്ക് വന്നിരിക്കും. ആ പയ്യൻ ഗോകുവിനോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഗോകു പറയും, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. ജനങ്ങളെല്ലാവരും അവിടെ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. ആങ്കർ ആണെങ്കിൽ പുറത്തേക്ക് വന്ന് ആദ്യമായിട്ട് കിങ്ങിനെയും ക്വീനെയും അവിടേക്ക് വെൽക്കം ചെയ്യും. അതിനുശേഷം ആ ലീഡറിനെ ഫൈറ്റ് ചെയ്യാൻ അവിടേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ഗോകുവിനെ കാണേണ്ട താമസം ആ ലീഡർ ആദ്യം ഒന്ന് ഷോക്കാവും. ഇവനെ പോലൊരു നുണങ്ങു പയ്യൻ, അവനുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയതല്ല. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് രണ്ടുപേരും ഇപ്പൊ ഫൈറ്റ് ആരംഭിക്കും. രണ്ടുപേരുടെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇതിന്റെ ഇടയിൽ ഗോകു ആണെങ്കിൽ ഇപ്പൊ ഫോട്ടോ ഇമേജിംഗ് പോലെ അങ്ങനെ വട്ടത്തിൽ അവന് ചുറ്റും നിൽക്കുകയാണ്. അതുകൊണ്ട് അവനാണെങ്കിൽ നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് ഗോകു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. വില്ലനാണെങ്കിൽ നല്ല സ്പീഡിൽ കറങ്ങി ഗോകുവിന്റെ ഓരോരോ ഇമേജുകളായിട്ട് തകർത്ത് അവനെ തന്നെ അടിച്ച് തെറിപ്പിക്കും. അപ്പോഴായിരിക്കും ഗോകുവിന് വയറുവേദന തുടങ്ങുക. ഓ നോ, എനിക്ക് എന്തോ സംഭവിച്ചു, എനിക്ക് ഈ മാച്ച് അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നു പറയും. അടുത്ത നിമിഷം ആ പയ്യന് അവനാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയാതെ അവൻ ചാടി എഴുന്നേറ്റ് ഗോകുവെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ടാബ്ലറ്റിന്റെ ബോട്ടിൽ അത് താഴേക്ക് വീഴും. പപ്പയാണെങ്കിൽ കറക്റ്റായിട്ട് അവനെ പിടിക്കും. ഇവിടെ ഗോകു ആണെങ്കിൽ അവനെ കൊണ്ട് ഒട്ടും കഴിയാഞ്ഞിട്ട് പോലും ലീഡറുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. രണ്ടുപേരും ഇപ്പൊ സ്കൈയിലേക്ക് പോയി. ഗോകു ആ സ്കൈയിൽ വെച്ച് അവനെ ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടി കിട്ടി മഴ വീണ് ഓൺ ദ സ്പോട്ടിൽ ഫ്ലാറ്റ് ആവുകയാണ്. ഗോകുവിനാണെങ്കിൽ അവന് വയറുവേദന മാറിയിട്ടേ ഇല്ല. അവൻ നൈസായിട്ട് പുറത്തേക്ക് പോവും. ആങ്കർ ആണെങ്കിൽ ഗോകു വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. ഉള്ളവരെല്ലാവരും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും, എസ്പെഷ്യലി ആ പപ്പ. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ആ ലീഡർ അവനും അവന്റെ ടീമും ഗോകുവിന്റെ അടുത്തേക്ക് വരും. ഐ എം സോറി, ആക്ച്വലി ഞാൻ വളരെയധികം അഹങ്കാരിയായിരുന്നു.
എന്നെ കഴിഞ്ഞും പവറുള്ള ആരും ഈ ലോകത്തില്ല എന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ ഒരു ചെറിയ പയ്യനാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. സോ ഇനി ഒരിക്കലും ഞാൻ അഹങ്കാരത്തോടു കൂടെ ആരോടും പെരുമാറില്ല എന്ന് പറയും. പപ്പയാണെങ്കിൽ അവനോട് യാത്ര പറയും. ആ കുഞ്ഞി പയ്യൻ ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തി ഗോകുവിനോട് സോറി പറയും. അതിനുശേഷം ഒരു ഗിഫ്റ്റായിട്ട് കുറച്ച് ഫുഡ് ഗോകുവിന് കൊടുക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഹാപ്പിയായി എല്ലാവരോടും യാത്ര പറഞ്ഞ് യാത്ര അത് വീണ്ടും തുടർന്ന് കൊണ്ടുപോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.